ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും അയണും കാൽഷ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള സോയ ചങ്ക്സിൻ്റെ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 3 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റ് കുതിർക്കാനായി മാറ്റിവെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോയയൊക്കെ നല്ലതുപോലെ വീർത്തിട്ട് അല്പം ഒന്ന് വെന്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. തിളച്ച വെള്ളത്തിൽ നിന്നും സോയ ചങ്ക്സ് എല്ലാം മാറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഞെക്കിപ്പിഴിഞ്ഞ് എടുക്കണം. ഇതുപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞെക്കിപ്പിഴിഞ്ഞെടുത്തേക്കണം. 3-4 പ്രാവശ്യം വെള്ളത്തിൽ ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ ആ സോയയിലുള്ള ഒരു സ്മെല്ലൊക്കെ അങ്ങ് പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. സോയയുടെ ഉള്ളിൽ ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ വേണം ഞെക്കിപ്പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള സോയയിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഈ സോയയിലേക്ക് ഉപ്പും എരിവും ഒക്കെ നന്നായി പിടിച്ചിട്ട് കിട്ടും. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പും 2 ഏലക്കയും ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ 10 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും സവാളയും ഒക്കെ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാനായി ശ്രദ്ധിച്ചേക്കണം. മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ദാ ഈ ഒരു രീതിയിൽ വഴന്ന് കിട്ടിയിട്ടുണ്ട്. സവാളയൊക്കെ വഴന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ സവാളയും തക്കാളിയും ഒക്കെ നമുക്ക് ഈ പാൻ്റെ സൈഡിലേക്കൊന്ന് നീക്കി വയ്ക്കാം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നീട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആ പൊടികളുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ മസാലപ്പൊടികളും സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലകളെല്ലാം അതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വയ്ക്കണം. ഈ സോയയുടെ ഉള്ളിലേക്ക് ഒട്ടും തന്നെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോയ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
സോയാ ചങ്ക്സ് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ചിരകിയെടുത്തിട്ടുള്ള 1 കപ്പ് തേങ്ങ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇളക്കി കൊടുക്കാതെ ഒരു 10 മിനിറ്റ് സമയം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിനുള്ളിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ട് നമ്മുടെ സോയയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, സോയാ ചങ്ക്സ് റോസ്റ്റ് ചെയ്യുമ്പോൾ ചിരകിയ തേങ്ങ മസ്റ്റായിട്ടും ചേർത്ത് കൊടുത്തേക്കണേ. തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് ഈ സോയാ ചങ്ക്സ് റോസ്റ്റിന് പ്രത്യേക ഒരു ടേസ്റ്റ് നൽകുന്നത്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് സമയം അടച്ചു വയ്ക്കാം. ഇപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അവസാനമായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. അപ്പോഴേക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സോയാ ചങ്ക്സ് റോസ്റ്റിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും അരിപ്പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സോയാ ചങ്ക്സ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ആരോടും പറയുകയില്ല സോയ കഴിക്കുകയില്ലെന്ന്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.